നമസ്കാരം. ശ്രീനിവാസന്റെ മരണം ഈ നാടിനുണ്ടാക്കിയിരിക്കുന്ന നഷ്ടം എത്ര ശക്തമാണെന്ന് ജനങ്ങളുടെ വേദനയും കണ്ണീരും വ്യക്തമാക്കുന്നുണ്ട്. ഈ അപൂർവ കലാകാരനെ നമ്മൾ ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണം ജാടകളില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. സാധാരണ മനുഷ്യൻ്റെ പച്ചയായ ജീവിത വ്യഥകളും സ്വപ്നങ്ങളും ഒക്കെ പച്ചയ്ക്ക് തന്നെ പറഞ്ഞ് അദ്ദേഹം സിനിമയെയും മലയാളികളുടെ മനസ്സിനെയും കീഴടക്കി. കാര്യം കഴുത പറഞ്ഞാലും കേൾക്കണല്ലോ. ശത്രുവേട്ടൻ പറഞ്ഞത് കാര്യാ. അച്ഛൻ്റെ ദുഃഖം ഉൾക്കൊള്ളാനാവാതെ വേദനിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇളയ മകൻ ധ്യാൻ ശ്രീനിവാസൻ. അപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കയറി വരുന്നത്. മൃതദേഹത്തിന്റെ പരിസരത്തുള്ള പലരും മുഖ്യമന്ത്രിയെ കണ്ട് എണീറ്റ് നിൽക്കുന്നുണ്ട്. എന്നാൽ ആരാണ് വരുന്നത് എന്നുപോലും തിരിച്ചറിയാനാവാത്ത വേദനയിലും ദുഃഖത്തിലും കഴിയുന്ന ധ്യാൻ അങ്ങോട്ട് നോക്കുന്നേയില്ല. മുഖ്യമന്ത്രിയാണോ വരുന്നത്, മന്ത്രിമാരാണോ, അതോ മറ്റാരെങ്കിലുമാണോ എന്നൊന്നും ധ്യാനിനെ ബാധിക്കുന്ന കാര്യമല്ല. തൻ്റെ പിതാവ്, തൻ്റെ മാത്രം പിതാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വേദനയും ദുഃഖവും ധ്യാനിനുള്ളതുകൊണ്ട് പിണറായി വിജയൻ കടന്നു വന്നപ്പോൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണില്ല. ധ്യാൻ എണീറ്റ് നിൽക്കാഞ്ഞതിൽ പിണറായിക്കും എന്തെങ്കിലും ആശങ്കയോ ദുഃഖമോ തോന്നിയതായി നമുക്ക് അനുഭവപ്പെടുന്നില്ല. അങ്ങനെ പിണറായിക്ക് ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ ധ്യാനിന്റെ തോളിൽ കൈവച്ച് പിണറായി ഒന്നും ചോദിക്കുമായിരുന്നില്ല. അയാൾ അതൊക്കെ ചെയ്യും. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഹീസ് എ പോയ്സൺ സ്പീച്ചർ. ചിലരെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. ധ്യാനിന്റെ തോളിൽ മുഖ്യമന്ത്രി കൈവച്ചപ്പോൾ ധ്യാനൊന്ന് നോക്കി, എന്നിട്ടും എണീറ്റില്ല. കാരണം അച്ഛന്റെ ദുഃഖത്തേക്കാൾ വലുതായി അപ്പോൾ മറ്റൊന്നുമില്ലാത്തതാവാം. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, എണീറ്റ് നിന്ന ഒരു യുവതിയെ പിണറായി നിർബന്ധമായി ഇരുത്തുകയും ചെയ്തു. ആ സീനിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ധ്യാൻ എണീറ്റ് നിൽക്കാത്തതൊരു അപമാനമായി പിണറായിക്ക് അനുഭവപ്പെട്ടില്ല എന്ന് തന്നെയാണ്. പിണറായി വിജയൻ എന്ന് വിളിക്കുന്നത് പോലും അസ്വസ്ഥപ്പെടുത്തുന്ന കുറെ ആരാധക വൃന്ദമുണ്ട്. ഇരട്ടച്ചങ്കൻ, ക്യാപ്റ്റൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ചില മണ്ടന്മാരുടെ സംഘം. കളിയാണ്. എനിക്ക് എന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ല. പോയി തൂങ്ങിച്ചവടാ. അതാ അന്തസ്സുള്ളവൻ ചെയ്യേണ്ടത്. അവർക്ക് സഹിക്കാനേ കഴിയുന്നില്ല. ധ്യാൻ ശ്രീനിവാസൻ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ എണീറ്റ് നിൽക്കാത്തതിൽ അവർ പൊട്ടിത്തെറിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു പണിയുമില്ലാത്ത ഇക്കൂട്ടർ ധ്യാൻ ശ്രീനിവാസന്റെ നെഞ്ചത്ത് പൊങ്കാലയിടുന്ന തിരക്കിലാണ്. അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ലസിത പാലിക്കൽ അതിന് മറുപടി എഴുതി, ധ്യാൻ എണീറ്റില്ല മുഖ്യമന്ത്രി വന്നപ്പോൾ. അതാണിപ്പോൾ വിഷയം. അന്തങ്ങൾക്ക് അടിമകൾക്കും മരിച്ചു കിടക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനാണ്. ആ അവസ്ഥയിൽ ഈ രീതിയിൽ ആർക്കും പെരുമാറാൻ കഴിയുള്ളൂ. അതിപ്പോൾ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും എല്ലാമായ വ്യക്തിത്വമാണ് ഇവിടെ വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അനുശോചനം അറിയിക്കാൻ കേരളത്തിന് മുഖ്യമന്ത്രി പോയതിൽ സന്തോഷം. പിന്നെ സ്വന്തം പിതാവിന്റെ വിയോഗത്തിൽ മനസ്സ് പൊട്ടിയിരിക്കുന്ന ഒരു മകനെ മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രി വന്നാലും ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയൂ? ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായി. അതിൽ സഖാക്കൾ കിടന്ന് മോങ്ങിട്ട് കാര്യമില്ല. മരിച്ചവരുടെ അടുത്തിരിക്കുന്ന റിലേറ്റീവ്സ് എഴുന്നേൽക്കാറില്ല. അതെല്ലായിടത്തും അങ്ങനെയാണ്. ഞങ്ങളെ ചിരിപ്പിച്ചതിനെ, ആ ചിരിയുടെ ചിന്തിപ്പിച്ചതിനെ ഓർത്തു വയ്ക്കാൻ മലയാളിക്ക് ഒരുപാട് ഓർമ്മകൾ തന്ന താങ്കൾ മടങ്ങുമ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ ഒരു പ്രതിഭാസത്തിന്റെ അഭാവം ഉണ്ടാകും. ആരാൽ നികത്താനാവാത്തൊരു വിടവ്.